ഹലോ. ഇന്നത്തെ കലാപരിപാടി ഇഞ്ചിക്കറി. എന്തൊരു അന്തസ്സ്. അപ്പം നമ്മൾ മലയാളികൾ ഓണത്തിന് മാത്രം കണ്ടുവരുന്നൊരു പ്രതിഭാസമാണ് ഈ ഇഞ്ചിക്കറി എന്ന് പറയുന്നത്. പക്ഷേ പ്രവാസിയായിരിക്കുമ്പോൾ നമുക്കിതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ തോന്നും. അങ്ങനെ ആദ്യത്തെ എൻ്റെ പരിശ്രമമാണ്. ആദ്യം തന്നെ ഞാൻ പ്രധാനിയായ ഇഞ്ചിയെ വെട്ടി തുണ്ടമാക്കി, പിന്നെ കൊച്ചുള്ളി, ഇവിടെ നമുക്ക് ഫ്രോസൺ കൊച്ചുള്ളിയാണ് കിട്ടുന്നത്. ഉള്ള കൊച്ചുള്ളിയെ അരിഞ്ഞ്, പിന്നെ അടുത്ത പച്ചമുളകാണ്, അതിനെയും ഞാൻ വളരെയധികം സൂക്ഷ്മതയോടുകൂടി ഇങ്ങനെ കുനുകുനാന്നരിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ ഓർക്കും ഞാൻ ചട്ടിയെടുത്ത് പാലൊഴിക്കുകയാണെന്ന്. ഒരിക്കലും അല്ല, അത് എണ്ണയാണ്. ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ ഇവിടുത്തെ വിൻ്ററിൻ്റെ കാഠിന്യം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ എണ്ണയുടെ കട്ടിയും കൂടിക്കൊണ്ടിരിക്കും. അതെല്ലാം കഴിഞ്ഞു. ഇഞ്ചി അകത്തേക്ക് ഇടുക, എന്നിട്ട് ചന്നം പിന്നെ വറുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കരിഞ്ഞു പോയി ഭണ്ടാരടങ്ങാതിരിക്കാനാണ്. നിങ്ങൾ നന്നായിട്ട് നോക്കി. ഇതിപ്പോൾ കരിഞ്ഞതല്ല കേട്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. എൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നാണ് പറയുന്നത്. പിന്നെ പ്രത്യേക വാണിംഗ്, ഞാനൊരു പ്രോ കുക്കല്ല. അങ്ങനെ ഇങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു പോകുന്നു. അപ്പം ഈ കൊച്ചുള്ളി, പച്ചമുളക്, കറിവേപ്പില അതിനെല്ലാം ഒന്നും കൂടി ഇട്ട് വരട്ടി, പിന്നെ നമ്മുടെ ഇഞ്ചി മിക്സിയിലിട്ട് ഷടപടോ നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി, പച്ചമുളക് അതിനെയും ചെയ്യുക. നമ്മൾ ഇഞ്ചി വരട്ടിയ എണ്ണയിൽ തന്നെ കടുക് വറുക്കുക. റിസോഴ്സ്ഫുൾ ആയിരിക്കണമല്ലോ നമ്മൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് കുറച്ച് ഡാൻസ് വേണമെങ്കിൽ കളിക്കാം. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ വേണ്ടത് പ്രധാനിയായ കായം, പിന്നെ ഉലുവ കുറച്ച് പൊടിച്ചത്. ഇതെല്ലാം ചെയ്ത് നന്നായിട്ടൊന്ന് വഴട്ടി. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് കരിഞ്ഞു പോകരുത്. ഞാൻ അതുകൊണ്ടാണ് അടുപ്പിൽ നിന്ന് ഇച്ചിരി മാറ്റി അങ്ങോട്ട് പിടിച്ചിരിക്കുന്നത്. ഇത് പെട്ടെന്ന് ചൂടാവും. പിന്നെ കുറച്ച് പുളി സോക്ക് ചെയ്ത് പുളിവെള്ളം ഒഴിക്കുക. അതൊന്ന് ജസ്റ്റ് തിളച്ച് വരുമ്പോഴത്തേനും നമ്മൾ പിന്നെ ഇടുന്ന ശർക്കരയാണ്. ശർക്കര ഇടുക. ശർക്കര ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പൊടി എല്ലാം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്യുക. അപ്പോൾ ആയി നമ്മുടെ ഇഞ്ചിക്കറി. അത്രയേ ഉള്ളൂ. ബൈ.